പ്രൈസലോ അമ്പലപ്പടി പള്ളിക്കര ദേശനിവാസികളോട് സർവശക്തനായ ദൈവത്തിന് ഒരു സദ്വർദ്ധാനം അറിയിക്കുവാനുണ്ട്. അതുമായിട്ടാണ് ഞങ്ങൾ ഈ അമ്പലപ്പടി ദേശത്തേക്ക് കടന്നു വന്നത്. വേഗം അറിയിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗാനം ആലപിക്കുക. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തൊഴുത്തേലും കാനാവിലും കടലലയിലും കാവരിയിലും, കാലിത്തൊഴുത്തിലും കാനാവിലും കടലലയിലും കാവരിയിലും, കാലം കാതോർത്തിരിക്കുന്നവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കുന്നവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുടങ്ങ് തളരുമ്പോൾ, തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുടങ്ങ് തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ.
വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ അമ്പലപ്പടി, പള്ളിക്കരയിലെ അമ്പലപ്പടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെ ജനത്തോട് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ചും മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു സന്ദേശം അറിയിച്ച് കടന്നു പോകുവാനാണ് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സന്ദേശം കേട്ട് നിങ്ങൾ അതിശയിക്കുന്നുണ്ടാകാം. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും പെട്ടുപോയ നമ്മളെ സ്നേഹിച്ച് നമ്മളെ രക്ഷിച്ചെടുത്ത് തന്റെ മാറോടണച്ച് തന്റെ കുടുംബമാക്കി മാറ്റുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന്റെ പേരാണ് രാജത്വത്തിന്റെ സുവിശേഷം, ദൈവരാജത്വത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷം, ഈ സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ ചെറിയ ഗ്രാമത്തിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഗ്രൂപ്പിലോ ചേർക്കുവാനല്ല, പകരം ജാതിയും മതവും സംഘടനയില്ലാത്ത ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളാരെന്നും നിങ്ങളുടെ സൃഷ്ടാവിന് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്തെന്നും അറിയിച്ച് അതിലേക്ക് എത്തിച്ചേരുവാൻ ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട് നിങ്ങളെ അറിയിച്ച്, ഒരു നിർബന്ധവുമില്ല, താല്പര്യമുണ്ടെങ്കിൽ മോനെ മോളെ നിനക്കതിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചുകൊണ്ട്, ഈ സദ്വർത്താനം അറിയിച്ചുകൊണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് യാത്രയാവുകയാണ്. ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ അറിയാത്ത ഒരു സൃഷ്ടാവായ ദൈവം നിങ്ങൾക്കുണ്ട്. ആ ദൈവം ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല, ബുദ്ധമതക്കാരനല്ല, ജാതിയും മതവും സംഘടനയുടെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ദൈവമല്ല ആ ദൈവം. അങ്ങനെ ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പുമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലൊക്കെ ഒതുങ്ങിപ്പോയ, പ്രത്യേകിച്ചും മരണത്താൽ ബന്ധിക്കപ്പെട്ട നമ്മളെ രക്ഷിച്ചെടുത്ത് തന്റെ കുടുംബത്തിലെ തന്റെ മകനായി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണം എന്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. തുടർന്ന് ഒരുമിച്ച് ദൈവത്തോടുകൂടെ താമസിക്കുവാൻ എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം, ദൈവരാജത്വത്തിന്റെ സുവിശേഷം. അതിൽ മറ്റൊരർത്ഥം കൂടെയുണ്ട്. ഇന്നും മരണമുള്ള, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന മനുഷ്യർ വാഴുന്ന ഈ ഭൂമിയിലെ എല്ലാ ഭരണങ്ങളും അവസാനിപ്പിച്ച് ദൈവം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഉടമസ്ഥൻ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് നാം കാണുന്നത് പോലെ ഒരു ജനാധിപത്യമല്ല, അതൊരു കിങ്ഡമാണ്. ആ കിങ്ഡത്തിന്റെ പേരാണ് കിങ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിന്റെ രാജത്വം. അവിടെ വാഴുന്നത് ദൈവമാണ്. എന്നാൽ ദൈവം അവിടെ വാഴുമ്പോൾ ഈ ഭൂമിയുടെ ഭരണം ദൈവം തന്റെ മക്കളായ നമുക്ക് ഏൽപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന സന്ദേശം കൂടെ നമ്മളെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യ മഹാരാജ്യത്ത്
ഏകദേശം 543 ലോകസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, കേരളത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ഇതാ ഏപ്രിൽ 26-ാം തീയതി നമ്മളുടെ പ്രിയ നേതാവിന് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കും. ഞാൻ കേട്ടത് അറിഞ്ഞത് ശരിയാണെങ്കിൽ ജൂൺ 4-ാം തീയതി എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഇതാ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ്, ഏത് ഗവൺമെന്റാണ് തീരുമാനിക്കപ്പെടും. നല്ല കാര്യം. പക്ഷെ നിങ്ങൾക്കറിയാമോ, മാക്സിമം ഒരു 5 വർഷം ഭരിക്കാൻ കഴിയും. 5 വർഷം. ആരും അവിശ്വാസ പ്രമേയം കൊണ്ട് നാളെ ഇട്ടില്ല എങ്കിൽ 5 വർഷം. എന്നാൽ പ്രിയ മകളെ അവിടെ നമ്മൾ വോട്ട് ചെയ്ത മറ്റൊരു സ്ഥാനാർത്ഥിക്കാണ്. എന്നാൽ നീ അറിഞ്ഞും അറിയാതെ ഇരിക്കുന്ന ഒരു സത്യം നിന്നോട് പറയട്ടെ. നിന്റെ ഈ കൊച്ചു ജീവിതം അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു ജന്മദിന വാതിലൂടെ ആരംഭിച്ച് ഒരു മരണദിന വാതിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചു ജീവിതത്തിൽ നീ ഒരു ഗവൺമെന്റിലേക്കുള്ള ഒരു ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നിന്നെ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ ഇത് കേട്ടിട്ടില്ല. അവിടെ നീയാണ് സ്ഥാനാർത്ഥി. ഇന്ന് ഈ ചുവരിൽ എഴുതപ്പെട്ട നമ്മുടെ നേതാക്കന്മാരല്ല അവിടുത്തെ സ്ഥാനാർത്ഥികൾ. നീയും ഞാനുമാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ജയിച്ചാൽ ആരാണെന്നറിയാമോ? നീ ജയിച്ചാൽ ജയിക്കുന്നവന് അവകാശമാക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അവർ എന്നേക്കും ഭൂമിയിൽ രാജാക്കന്മാർ. നിനക്ക് വേണ്ടി നോമിനേഷൻ കൊടുത്തത് നീയോ ഞാനുമല്ല. എനിക്കും നിനക്ക് വേണ്ടി ഇതാ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സങ്കടമില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം നമ്മളെ മുൻ നിയമിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി നോമിനേഷൻ നടത്തി കഴിഞ്ഞു. ഇനി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമകളെ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവൻ ഇവിടെ കിട്ടുന്നത് 5 വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു കസേരയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന കസേരയല്ല, നീ ജനാധിപത്യത്തിന്റെ കീഴിലല്ല, പകരം ദൈവരാജ്യത്തിന്റെ കിങ്ഡത്തിന്റെ കീഴില് നിനക്ക് കിട്ടാൻ പോകുന്ന കിങ്ഡമാണ്. കാരണം നീ ഒരു MP, MLA, മന്ത്രിയായിട്ടല്ല, പകരം ഈ ഭൂമി വാഴുന്ന ക്രിസ്തുവോടുകൂടെ, ദൈവപുത്രനായ ക്രിസ്തുവോടുകൂടെ ഭൂമി വാഴുന്ന രാജാവായി സ്വർഗത്തിലെ ദൈവം ഓൾറെഡി നിനക്ക് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. നീ ആ ക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകളെ, ഈ ഭൂമി വാഴുന്ന മരണമില്ലാത്ത നിത്യമായ ഗവൺമെന്റിലെ മരണമില്ലാത്ത രാജാവാണ് നീ എന്നുള്ള സത്യം നിന്നെ അറിയിക്കുകയാണ്. ഇതറിയിക്കുകയാണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ പ്രധാന ഭാഗം. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗം, എന്റെയും നിങ്ങളുടെയും ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രു ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, അയൽക്കത്തുകാരനല്ല, ബിസിനസ് പാർട്ട്ണർ അല്ല. നമ്മുടെയും അയൽക്കത്തുകാരന്റെയും എല്ലാവരുടെയും ശത്രു മരണമാണ്. മനുഷ്യനല്ല നമ്മുടെ ശത്രു, മരണമാണ്. മരണത്തിന്റെ അധികാരിയായി വാഴുന്ന പിശാചാണ്. എന്നാൽ ഈ മരണത്തെ തോൽപ്പിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് കഴിയുമോ? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിയുമോ? നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് കഴിയുമോ? നമ്മുടെ മെഡിക്കൽ ഷോപ്പുകൾക്ക് കഴിയുമോ? മരുന്നുകൾക്ക് കഴിയുമോ? ഇല്ല. എല്ലാവരും മരുന്നുണ്ടാക്കുന്നവൻ പോലും മരണത്തിന്റെ കീഴിലാണ്. രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടറും മരണത്തിന്റെ കീഴിലാണ്. രാജ്യം വാഴുന്ന MLAയും MP യും മന്ത്രിയും മരണത്തിന്റെ കീഴിലാണ്. എന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും കുടുങ്ങിപ്പോയ, മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ ഉദ്ധരിച്ചെടുക്കുമ്പോ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ മരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ്. പുതിയ സൃഷ്ടികർമ്മത്തിലൂടെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ മരണത്തിൽ സ്വതന്ത്രമാക്കുന്നത്. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി,
ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയുവാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ എത്തിച്ചിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കോട്ടോടിക്കപ്പുറം പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രം, ആ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതാ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നമ്പർ ഞങ്ങളുമായി ബന്ധപ്പെടുക, അവിടെ കടന്നു വരിക. ഈ ദിവ്യമായ സന്ദേശം എന്താണ്, ഈ മെത്തേഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സൃഷ്ടാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സൃഷ്ടാവ് ഒരുക്കുന്ന സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. പ്രിയ സഹോദര, ഒരു മതത്തിൽ ചേർക്കാനല്ല, ഒരു സംഘടനയിൽ ചേർക്കാനല്ല, ഒരു ഗ്രൂപ്പിൽ ചേർക്കാനല്ല, പകരം നിനക്ക് വേണ്ടി എരിയുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ എന്നത് നീ തിരിച്ചറിഞ്ഞുകൊണ്ട്, നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ എന്ത് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ സൃഷ്ടാവായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ മഹാസുവിശേഷത്തിലേക്ക്, ആ സദ്വർത്തമാനത്തിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എങ്ങനെ ഈ ഭൂമിയുടെ നിത്യമായ രാജാവായി മാറ്റമില്ലാത്ത ഒരു വ്യക്തിത്വമായി പ്രപഞ്ച സൃഷ്ടാവിന്റെ മകനായി മാറുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ സ്വർഗീയ കുടുംബത്തിൽ നിത്യം ജീവിക്കാൻ, അവിടുത്തെ PR എടുക്കുവാൻ, പെർമനന്റ് റെസിഡൻസ് എടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രിയ മകനെ മകളെ, അങ്ങനെ ഒരു ചോദ്യം നിനക്കുണ്ട് എങ്കിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും PR എടുക്കുവാൻ ആഗ്രഹിച്ച് നടക്കുന്ന, അതിനുശേഷം കിട്ടിയതിനു ശേഷം അതുകൊണ്ട് ഒരു ഗുണവുമില്ലാതെ മരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ആ PR-നപ്പുറമായി ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ ക്ഷണിക്കുന്ന ആ മഹാസന്ദേശം ഇതാ, അത് അനുഭവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്. പ്രിയമികളെ, നമ്മളെല്ലാം മരണത്തിന്റെ കീഴിലാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മരണത്തിന് പരിഹാരമായി തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇതാ കാൽവരി ക്രോസിൽ യാഗമായി. ആ ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന്, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച് നീ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിച്ച് ജീവിപ്പാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകനെ പ്രിയമകളെ, ഈ മഹാസുവിശേഷത്തിലേക്കുള്ള ഏക വഴി അത് മാത്രമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഈ അമ്പലപ്പടിയിലായിരിക്കുന്ന ജനത്തെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരതയിൽ ആയിറങ്ങുന്ന ഏവരെയും ഓൺലൈനിലൂടെ ശ്രമിക്കുന്ന സകലരെയും ഇത് അറിയിക്കുകയാണ്. പ്രിയ മകനെ മകളെ, ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശു ക്രിസ്തു പ്രസംഗിച്ച ആ ദിവ്യമായ സന്ദേശത്തിലേക്ക്, ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ ഒരു വർഷം ചിന്തിക്കുക, ഈ സന്ദേശം പ്രസംഗിക്കുന്നത് ഈ കവലയിൽ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്? അല്ല അല്ല അല്ല, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ആ ഈ സന്ദേശം അറിയിച്ചതാണ്. അത് ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെ സന്ദേശമല്ല, അത് ദൈവത്തിന്റെ സ്നേഹ സന്ദേശമാണ്. അപ്പോൾ മക്കളെ വിളിക്കുകയാണ്, എനിക്ക് നിങ്ങളോടുകൂടെ ചേർന്ന് ജീവിക്കാൻ താല്പര്യമുണ്ട്. ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ കുടുംബം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടുക. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സ്വയമേ കഴിയില്ല. എന്നാൽ ജാതിയിലും മതത്തിലും സംഘടനയിലും ഒക്കെ ആയിപ്പോയ നമുക്ക് നമ്മുടെ അപ്പ ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും എന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവേ, അങ്ങയുടെ സ്നേഹ സന്ദേശം ഇതാ ഞാൻ ഏറ്റെടുക്കുന്നു. ഇതാ അങ്ങയുടെ ഭവനത്തിൽ അങ്ങയുടെ മകനായി ജീവിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ നിത്യരാജാവായി ക്രിസ്തുവോട് ചേർന്ന് സ്വീകരിപ്പാൻ ഇതാ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് ആര് ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് ആ വാ കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ ഈ മഹാസന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ യേശു 3 വർഷക്കാലം പറഞ്ഞ സുവിശേഷവും യേശു കാൽവരിയിൽ ചെയ്ത സുവിശേഷവും നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ ആ ദൈവ ഭവനത്തിലേക്ക്, ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ആ ദൈവ ഭവനത്തിലേക്ക് കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ നിങ്ങളേവരെ ക്ഷണിക്കുകയാണ്. രക്ഷപ്പെട്ടുകൊള്ളവേ മരണത്തിൽ നിന്ന്, ഈ ലോക
ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളവേ ഈ ഭൂമിയുടെ ഭരണാധികാരിയായി നിനക്ക് മടങ്ങി വരാ എന്നുള്ള സന്ദേശം നിന്നെ അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കാം. ഈ ദേശത്തിന് വേണ്ടി, ദേശവാസികൾക്ക് വേണ്ടി, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ കടക്കാർക്ക് വേണ്ടി, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് വേണ്ടി, ഇവിടെ ചെറുതും വലുതുമായി എല്ലാ ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിച്ച് നിങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകട്ടെ. സ്വർഗസ്ഥലങ്ങളുടെ പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരാരെന്നുള്ളത് ഇവരെ അറിയുന്നില്ല. അപ്പാ, അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ മക്കളാണ് ഇവരെന്ന് അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ ഈ മക്കളെ തേടി അങ്ങ് തന്റെ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചുവെന്ന് ഇവരെ ക്രിസ്തുവിൽ അങ്ങയുടെ മാറിലേക്ക് നേടുമെന്നുള്ള സത്യം ഇവരെ അറിയിച്ചിരിക്കുന്നു. ഇവരുടേതായ കുടുംബങ്ങളെ, മാതാപിതാക്കന്മാരെ, തലമുറകളെ, ബിസിനസ്സുകളെ, ഇവരുമായി ബന്ധപ്പെട്ട സകലതിനെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നത് ഇവരെ അനുഗ്രഹമായി തീരട്ടെ. നിത്യ ഈ ദേശം ഭരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹം അവരെ ദൈവത്തോടൊപ്പം, സൃഷ്ടാവിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്ന തലത്തിലേക്ക് ഇവരെ മാറ്റട്ടെ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.